സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചതോടെ ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സാന്ത്വന സജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാന്ത്വന, ഇന്നാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് നിലനിന്നിരുന്നത്. നാളെയുടെ കാര്യം എങ്ങനെയാണ്? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? മഴ മാത്രമല്ല, ശക്തമായ കാറ്റുമുണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥാ കേന്ദ്രം. സാന്ത്വന, ഔദ്യോഗികമായി നമ്മൾ കാലവർഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മഴയും വ്യാപകമായി തന്നെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും വ്യാപകമായി തന്നെ സംസ്ഥാനത്തുടനീളം മഴയുണ്ടാകുമെന്നാണ് ഇന്നത്തെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ ഒരു ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട് ഈ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഇപ്പോൾ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ഒരു 5 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ അറബിക്കടലിനോട് ചേർന്ന് ഒരു ചക്രവാത ചുഴിയുണ്ട്. അതുപോലെ തന്നെ കേരള തീരത്തോട് ചേർന്ന് ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും മഴ തന്നെയായിരിക്കും. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.